കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തിൻ്റെ സേവ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോണവരുണ്ട്, ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട്, വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട്. കർത്താവ് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ നിൻ്റെ ഉദ്യമങ്ങൾ, യാത്രകൾ, നിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരു യാത്രകൾ, തീരുമാനങ്ങൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് അങ്ങയുടെ മക്കൾക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രസൻസും അനുഭവവേദ്യമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ വലിയ സുവിശേഷ സാക്ഷ്യം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവസിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് തൻ്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ.